മനസ്സിലായെന്ന് അറിഞ്ഞൂടാ. ഇത് നമ്മുടെ കൂനിച്ചിമലയാണ്. നമ്മളിതാ കൂനിച്ചിമലയിലാണ് ഇപ്പം നിൽക്കുന്നത്. നമ്മുടെ ഇന്നത്തെ എന്ന് വെച്ചാൽ നമ്മൾ ഈ കൂനിച്ചിമല കയറുന്നതാണ് വിഷ്വൽസൊക്കെ. അപ്പോൾ ഇതാ അടിപൊളി വ്യൂ കണ്ടില്ലേ? പുൽമേടിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ആ വിഷ്വൽസൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് ബാക്കി മലയും കൂടെ കയറാം. തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരി പഞ്ചായത്തിലാണ് കൂനിച്ചിമല സ്ഥിതി ചെയ്യുന്നത്. തെക്കൻ കുരിശുമലയ്ക്ക് അടുത്തായിട്ട് തന്നെയാണ് കൂനിച്ചിമല. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 42 കിലോമീറ്റർ ഉണ്ട് ഇവിടെ എത്താൻ. പ്രധാനമായും 2 വഴികളാണ് കൂനിച്ചിമല കയറാൻ പറ്റുന്നത്. ഒന്ന് കൂതാളി എന്ന സ്ഥലത്തെ കുരിശുമല സംഗമവേദി വഴി കയറാം. അതുവഴിയാണ് നമ്മളിന്ന് പോകുന്നത്. രണ്ടാമത്തേത് തേക്കുപാറ വഴിയാണ്. കുരിശുമല വഴിയുള്ള ട്രക്കിംഗ് കുറച്ച് ഹാർഡാണ്. നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇപ്പം മല കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കൂനിച്ചിമല കയറിക്കൊണ്ടിരിക്കുന്നു. നല്ല ഹെവി കയറ്റമാണ് കണ്ടില്ലേ? നല്ല അടിപൊളി കയറ്റമാണ്. ഞാൻ എന്താ തളർന്ന് നല്ലപോലെ തളർന്നു. കാരണം ഇത് അത്ര നമ്മളന്ന് കാളിമല പോയില്ലേ, അതുപോലെയൊന്നും അല്ല ഇത്. കാളിമല പോയതൊന്നും അല്ല ഇത്. ഒരിതാണ് വലിയൊരു മലയിൽ കൂടെയാണ്. പക്ഷെ കാളിമലയുടെ അത്രയും ഡിസ്റ്റൻസ് ഇല്ല. ഇത് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. അങ്ങനെ നമ്മൾ കയറി വന്നപ്പോൾ മൗണ്ട് കാർമൽ ഇക്കോ പിൽഗ്രിം ടൂറിസം സെൻറ്റർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു പോസ്റ്റ് എത്തി. ഇതാ ഇവിടെ അത്യാവശ്യം നല്ല പാറകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പാറ ചെന്ന് കുറച്ച് ഇരുന്നിട്ട് വെള്ളമൊക്കെ കുടിക്കണം. അപ്പം ശരി. കുറെ നടന്നെത്തുമ്പോൾ ഒരു ചെറിയ ഉറവയുണ്ട്. മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം ചെറിയൊരു പൈപ്പ് ഇട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല വെള്ളമാണ്. ഞാൻ എന്തായാലും കുടിച്ചു നോക്കി. ഒരു കുഴപ്പവുമില്ല. അത്യാവശ്യം ഹാർഡായിട്ടുള്ള ഒരു ട്രക്കിംഗ് തന്നെയാണ്. ഏകദേശം 3 കിലോമീറ്ററോളം ഉണ്ട് കൂനിച്ചി ടോപ്പ് വരെ. നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ എടുത്തു മലമുകളിലെത്താൻ. ട്രക്കിങ്ങിനിടയ്ക്ക് പല സ്ഥലത്തും നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. നെയ്യാർ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ പലയിടത്തും നമുക്ക് കാണാം. ഏറ്റവും മുകളിലെത്തിയാൽ നമുക്ക് ഈ ഒരു പ്രദേശത്തിൻ്റെ 360 ഡിഗ്രി വ്യൂ കാണാം. അങ്ങനെ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇത് മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. മാതാവിനെ ആ ഒരു കേജിനകത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് പോയ ഒരു അടിപൊളി വ്യൂ ആണ്. കണ്ടില്ലേ? ഇതാണ് വ്യൂ. കണ്ട, അങ്ങ് ദൂരെ ഒരു മല കാണാം. നമ്മൾ ഈ കുനിച്ചിമല കയറിയാൽ നമുക്ക് ഒരു കാളിമല കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ അങ്ങ് മാതാവും പിന്നെ യേശു ക്രിസ്തുവും, പിന്നെ അവിടെ ഒരു കിണർ, അവിടെ ഒരു ഷെഡുണ്ട്. ഇവിടെ എന്ത് ചെറിയ ബിൽഡിങ് പോലെ ഉണ്ട്. ഇവിടെ എന്താ പണി കിടക്കുന്നുണ്ടെന്നാണ്. പിന്നെ അതുവഴിയൊക്കെ ഇറങ്ങിപ്പോവാം. പക്ഷെ നമുക്കറിഞ്ഞൂടാ. പക്ഷേ ഈ ഒരു വ്യൂ ഇതങ്ങ് ഒരു നെയ്യാർ ഡാമിൻ്റെ റിസർവോയർ ആണെന്ന് തോന്നുന്നത്. കാണാൻ പറ്റില്ല, നേരെ കാണാൻ പറ്റില്ല വീഡിയോയിൽ. നെയ്യാർ ഡാമിൻ്റെ റിസർവോയറാണ്. അടിപൊളി. അങ്ങൊക്കെ തിരുവനന്തപുരം സിറ്റിയാണെന്ന് തോന്നുന്നത്. അത് കറക്റ്റ് അറിഞ്ഞൂടാ. എന്നാലും ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു നല്ലൊരു ഇതാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ചുകൂരൊക്കെ പോയിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ നിന്ന സ്ഥലമാണ് മൗണ്ട് കാർമൽ പിൽഗ്രിം സെൻറ്റർ. ഇവിടം കൂനിച്ചിമലയുടെ ഒരു ബേസ് ക്യാമ്പ് എന്ന് പറയാം. ഇതുവരെയുള്ള ട്രക്കിംഗ് നല്ല ഹാർഡാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ കയറിയാൽ കൂനിച്ചിമല കണ്ടു തുടങ്ങും.
അങ്ങനെ ഗൈസ് നമ്മുടെ ഡെസ്റ്റിനേഷൻ കണ്ടു തുടങ്ങി. ഈ കാണുന്നതാണ് അപ്പർ കൂനിച്ചിമല. അത് കയറി കുറച്ച് മുമ്പിലായി ലോവർ കൂനിച്ചി സ്ഥിതി ചെയ്യുന്നു. ഈ കാണുന്നതാണ് കൊണ്ടകെട്ടിമല. പലർക്കും ഏതാണ് കൂനിച്ചി ഏതാണ് കൊണ്ടകെട്ടിമല എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. കൊണ്ടകെട്ടിമല ട്രെക്കിംഗ് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. ഇനി ഒരിക്കൽ അതും ട്രൈ ചെയ്യണം. നമ്മൾ ഇത്രയും നടന്നു കയറിയ ക്ഷീണമൊക്കെ ഇവിടെ എത്തുന്നതോട് കൂടി മാറും. നല്ല അടിപൊളി കാറ്റും തണുപ്പുമാണിവിടെ. ഇപ്പോൾ കോട ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. കോട ഇറങ്ങി നിൽക്കുമ്പോൾ വേറൊരു ഫീലാണ്. ഏതായാലും നമ്മൾ സൺസെറ്റ് കണ്ടിട്ടേ ഇവിടെ നിറങ്ങുന്നുള്ളൂ. നെയ്യാർ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയാണ് ആ കാണുന്നത്. അടിപൊളി വ്യൂ അല്ലേ ഗൈസ്? അങ്ങനെ അപ്പർ കൂനിച്ചി കയറി തുടങ്ങുന്നു. ഇവിടെ നിന്നുള്ള വ്യൂസ് ഒരു രക്ഷയുമില്ല. അപ്പർ കൂനിച്ചിയിൽ നിന്നും നമുക്ക് ലോവർ കൂനിച്ചിയിലേക്ക് പോകാം. അതാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ്. അങ്ങനെ ഗായ്സ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കൂനിച്ചി ഹിൽസ്. നമ്മളിതാ ഇപ്പോൾ ഇവിടെ ലോവർ കൂനിച്ചിലാണ് എത്തിക്കുന്നത്. അത് അങ്ങാണല്ലേ, അതാണ് അപ്പർ കൂനിച്ചി. ഇതാ ലോവർ കൂനിച്ചി. ആ വ്യൂ കണ്ടില്ലേ, അടിപൊളിയാണ്. അങ്ങ് ഞാൻ ചൂണ്ടിക്കാണിക്കണ അത്രയും സ്ഥലം കടലാണ്. അത് കടലാണ്, അത്രയും സ്ഥലം കടലാണ്. സൂര്യന് അസ്തമിച്ചങ്ങ് പോവും. ഇവിടെ ഒരു അടിപൊളി പ്ലേസാണ്. ഇവിടെ രാത്രിയാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ടെൻ്റൊക്കെ കൊണ്ടുവന്നിട്ട് ടെൻ്റ് അടിച്ച് താമസിക്കാം. ഈ സ്ഥലമൊക്കെ ടെൻറ്റിങ്ങിന് പറ്റിയ നല്ല സ്ഥലമുണ്ട്. ഈ സ്ഥലമൊക്കെ പറ്റിയതാണ്. കണ്ടോ, നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് ഒരുപാട് കാണുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല കാര്യമാണ്. ഒന്നും പറയില്ല, വാക്കുകളില്ല പറയാൻ. നമ്മൾ നേരത്തെ അവിടെ കടൽ കാണാമായിരുന്നു. അവിടെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അടിപൊളി മേഘങ്ങളൊക്കെ അങ്ങ് പോകുന്ന കണ്ടില്ലേ. അവിടെ ഒരു കോളേജ് കാണാം. പിന്നെ അവിടെ എന്തോ പണി നടക്കണ കാണാം. വേറെ ഒന്നും പറയില്ല, അടിപൊളിയാണ് ഇതൊക്കെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനത്തെ ട്രെക്കിംഗ് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ഇത്രയും നടന്ന് വന്നെങ്കിലും ഇത് ഫുള്ള് വെർത്താണ്. ഇത് എന്ത് പറയാം, നമ്മൾ നടന്ന് വന്നെങ്കിലും ഇത്രയും തളർന്നിട്ടും ഇതൊക്കെ ഒരു കുഴപ്പമില്ല. നമുക്കിവിടെ വന്ന് കാറ്റുകൊണ്ട് നല്ല പാട്ടൊക്കെ കേൾക്കണം. നല്ല പാട്ടൊക്കെ കേട്ട് അങ്ങ് തിരിച്ചിറങ്ങണം. നമ്മളിവിടെ എന്തായാലും കുറേ നേരം ഇരുന്നിട്ടൊക്കെ ഇറങ്ങുള്ളൂ.
ഗൈസ് നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിതാ നമുക്കിനി ഇറങ്ങണ വിഷ്വൽസ് ഒന്നും കാണിക്കുന്നില്ല, കാരണം ഫുള്ള് കാടായതുകൊണ്ട് ഇത് കാണാൻ ഇരുട്ടായിരിക്കും, നല്ല ഇരുട്ടായിരിക്കും. അടിപൊളി സ്ഥലമാണ്, നമുക്ക് ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പം നമുക്കിനി നേരെ പോവാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. അപ്പോൾ ശരി, ബൈ ബൈ.